ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ഇന്ന് 2 കുട്ടന്മാരും ഇന്ന് പ്ലേ സ്കൂളിലും പോയില്ല, തെറാപ്പിക്കും പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തോമോ അങ്ങോട്ട് ഉഷാറായി വരുന്നുള്ളൂ, ശബ്ദമൊക്കെ ശരിക്കും വരുന്നുള്ളൂ. അവിടെ എല്ലാ കുട്ടികളും ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇന്ന് വിട്ടില്ല. പാച്ചുവിന് ഈ പറഞ്ഞ പോലെ റണ്ണിങ് നോസ് നീർവീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിംപിളിന് എന്തായാലും ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ അതോട് കൂടിയിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയിട്ടോ. എനിക്കും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഡാഡിയുടെ കൂടെ പോകാനായിട്ട് രാവിലെ തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അതേ പതിവുമ്പടി എണീറ്റ് ഇന്ന് നോക്കിയ റോഡ് വളരെ സൈലൻ്റാണ്. കാരണം ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം. അപ്പം നമുക്ക് എണീക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റേത് നമ്മൾ എണീറ്റ് ഒരു 7 മണിയാകുമ്പോഴേക്കും സ്കൂൾ ബസ്സുകളും ട്യൂഷന് പോകുന്ന കുട്ടികളും അതും കാണാൻ നല്ല രസമൊക്കെ അമ്മമാരാണ് കുട്ടികളെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഭാവൻസിലേക്ക് നിറച്ച് മീറ്റിങ്ങിൻ്റെ പാരൻസ് മീറ്റിങ്ങിൻ്റെ ദിവസമാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടം വരെ ഗേറ്റിൻ്റെ അവിടം വരെ ഉണ്ടാവും കേട്ടോ വണ്ടികൾ. അങ്ങനെ രാവിലെ ഇതേ ഞാൻ എണീറ്റു. ഞാനാണ് ഇന്ന് ഫസ്റ്റ് എണീറ്റത് കേട്ടോ. ഫസ്റ്റ് എണീക്കാന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് പിന്നാലെ എല്ലാവരും എത്തും കേട്ടോ. എന്നാലും അടുക്കളയിൽ കയറി തിരി കത്തിച്ചത് ഞാനാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, തിരി അവിടെ കത്തുമ്പോൾ ചില്ല് പൊട്ടില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം നോക്കിയാൽ അറിയാം, ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലും. അപ്പോൾ അത് കഴിയണവരങ്ങനെ നിന്നിട്ടാണ് ഞാനത് ഊതിയിട്ടാണ് ഫോണും അവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഓച്ചും മക്കളും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ കളിയും ബഹളം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ എണീറ്റു. ചാക്കോച്ചൻ ഇന്ന് നിറച്ച് വലിയ പൊട്ട് നെറ്റിമീൻ കവളത്തും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വന്നേക്കണേ. അപ്പോൾ അവൻ ഉഷാറായി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞു കൊച്ചിനെ കാണിക്കല്ലേന്ന്, കുറച്ച് പേര് പറഞ്ഞു ഞങ്ങളെ കാണിക്കുമെന്ന്. അപ്പോൾ എനിക്കും ഒരാശയക്കുഴപ്പമായി, കാണിക്കണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളുടെ കുടുംബത്തല്ലേ, നമ്മുടെ കുട്ടികൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ 3 ആൾക്കും TV വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവരെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകേണ്ട നേരം മുഴുവൻ ചുറ്റും നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ നിൽക്കുമ്പോൾ കുട്ടികളും കൂടി ഒപ്പം നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഭയങ്കര ലേറ്റാവും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം TV വെച്ച് അവിടെ കിടത്തിയത്. അപ്പോൾ കിടത്തല്ല, അവർ കിടന്നപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവിടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങിയിട്ടോ. ഞങ്ങളിറങ്ങി കുറച്ച് നേരം നോക്കിയപ്പോൾ പാച്ചൂര ഒരക്ഷരം മിണ്ടറില്ല, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവൻ്റെ മറ്റേ ബാഗൊക്കെ കൊണ്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കുട്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടപ്പോൾ പല രീതിയിലും ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവനൊന്നിനും മറുപടി പറഞ്ഞില്ല. അപ്പോൾ നടത്തറ സെൻറ്റർ വരെ അവൻ ഓക്കെയായിരുന്നു. നടത്തറ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് മൂഡ് ഓഫ് ആയത്. അപ്പോൾ കുറേ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ അവനങ്ങനെ ഫ്ലുവൻ്റായിട്ട് പറയാൻ കിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് അവൻ പറയണേ ചേച്ചിന്ന്, അതായത് തെറാപ്പിക്ക് പോണോടത്തെ ചേച്ചി. അത് കഴിഞ്ഞ് ഈറ്റബിൾസ് വേണമെന്ന് പറഞ്ഞു. അത് തുറന്ന് അവൻ തിന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ചേച്ചിയോട് കൂടെയാണ്, ചേച്ചിയാണ് ഈറ്റബിൾസ് തുറന്ന് കൊടുക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് അവൻ ആ സമയമായപ്പോൾ ചോദിച്ചത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ കുട്ടി അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടിയെ ചോദിച്ചത്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴും അതെ, ചേച്ചീൻ്റെ കാര്യം എപ്പോഴും എന്തൊക്കെയോ ഇരുന്ന് പറയണ കേൾക്കാം, പോകുമ്പോൾ ടാറ്റ പറയണ കേൾക്കാം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദയയിലേക്ക് എത്തി. അപ്പോൾ ദയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കും ഇത്രയും ദൂരത്തേക്ക് വരുന്നത്. നമുക്ക് ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്, അടുത്ത് മിഷൻ ഹോസ്പിറ്റൽ അതുപോലെ കുറേ ഹോസ്പിറ്റൽ കടന്നിട്ടാണ് നമ്മൾ ദയയിലേക്ക് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തോ ഭയങ്കര ഡാഡിയും ഡിംപിള് പാച്ചു ഞാൻ നമ്മുടെ ചാക്കോച്ചൻ എല്ലാവരും അവിടെയാണ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്തോ ഒരു പ്രത്യേകത. പിന്നെ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരു സൗകര്യങ്ങൾ അത് നമ്മൾക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ PRO പറഞ്ഞേക്കാണ് അവരുടെ നമ്പർ കൊടുത്താൽ മതി, ആര് വരികയായാലും ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്താളാന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ദയയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ നമ്പർ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോഴാണ് ആൻസൺ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഡിംപിളിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവൻ പാച്ചു ഞങ്ങൾ എത്താറായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഞങ്ങളിതാ എത്തണമെന്ന് പറഞ്ഞു. എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പേനെ കണ്ടപ്പോൾ അവൻ്റെ ഒരു സന്തോഷം ഭയങ്കര. പിന്നെ അവൻ വേറൊരു കുട്ടിയാണ് കേട്ടോ, ഒരു കുറുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര മിടുക്കനായിട്ട് അപ്പയുടെ കൂടെ ഭയങ്കര എന്താ പറയുക, വേറൊരു മോനാ, ഒരു ബഹളം ഉണ്ടാവില്ല, വളരെ സൈലൻ്റായിട്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം കറികളും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് ഡിവൈനെ ഒരു മുട്ട പൊരിക്കുക, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു. കാരണം ഡോണും ഡിവൈനും ഫുഡ് കഴിച്ചതിന് ശേഷമാണ്
ആ സമയത്താണ് ആൻസൺ വന്നത്. അപ്പോൾ ആൻസൺ ഞങ്ങൾ വന്നിട്ട് കഴിച്ചോളാം എന്നുകൊണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോമുട്ടനും മറ്റേ പാച്ചു വന്ന വഴിക്ക് അപ്പേനെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അവൻ ഉറങ്ങുമൊന്നുമല്ല, വെറുതെ കെട്ടിപ്പിടിച്ച് കിടക്കണം, അപ്പം പോവാമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അവരവിടെ കളിയും ബഹളവും ഒക്കെ ആയപ്പോൾ ഞാനിവിടെ പതുക്കെ വന്ന് അടുക്കളയിൽ വന്ന് ഒതുക്കി കാപ്പി വെച്ച് കാപ്പി കുടിച്ചിട്ടാണ് അവർ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തോ ബർഗറോ കാര്യങ്ങളോ എന്തോ ഓർഡർ ചെയ്തു, അത് കഴിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അങ്ങനെ പോണോടുകൂടി ഞാൻ പറഞ്ഞു ഇനി വീട് ശരിക്കും ഉറങ്ങുമെന്ന്. കാരണം ഡിംപിളും തോമും കൂടുമ്പോഴാണ് ആ വീട്ടിലൊരു അനക്കുണ്ടാവുക, അല്ലെങ്കിൽ തോമും പാച്ചവും കൂടുമ്പോൾ. ഡിംപിൾ ഒറ്റയ്ക്കായാലും ഡിവൈൻ ഒറ്റയ്ക്കായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് വലിയ ഒച്ചയും ബഹളം ഉണ്ടാവില്ല. അവർ രണ്ടുപേരും കൂടുമ്പോഴാണ് ഈ ഒച്ചയും ബഹളവും ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഞാനും ഡാഡിയും വിചാരിച്ച് ഞങ്ങൾക്ക് ടൗണിലേക്ക് വന്നു. അപ്പോൾ പുത്തമ്പടിയിലൊന്ന് പോയി അവിടുന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും ഡാഡിയും കൂടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ തോമുവിനെ എനിക്ക് ആദ്യം കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അവൻ വണ്ടിയിൽ കയറി വഴിക്ക് ഉറങ്ങും. അപ്പോൾ പിന്നെ അവന് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ നാളെ കൊണ്ടുപോകും. അപ്പോൾ ഇറങ്ങുമ്പോൾ അവൻ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട് 2 ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുത്തമ്പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ അശ്വതി ചിപ്സിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവിടെ എന്തോ എൻ്റെ കൈ എവിടെയോ ഒന്ന് തട്ടിയെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കൈ വലത്തേ കൈ റിസ്റ്റിൻ്റെ അവിടെ ഭയങ്കര വേദന, മിന്നൽ പോലത്തെ ഒരു വേദന. അപ്പം ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. എല്ലായിടത്തും ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നുള്ളൂ. കാരണം ആ കൈ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ബെസ്റ്റിലേക്ക് വന്നു. അശ്വതി ചിപ്സിൽ നിന്ന് ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചിട്ട് കുഴലപ്പം വാങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ നമ്മളുടെ ബെസ്റ്റിലേക്ക് വന്നു. ബെസ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ വീടെത്താറായപ്പോൾ നമ്മുടെ ചോയ്സിൽ കയറിയിട്ട് തോമൂനുള്ള ഐസ്ക്രീം വാങ്ങി. കാരണം അവർ 2 ഐസ്ക്രീമാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും ചെറുത് നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. കാരണം അവന് 2 എണ്ണം വേണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ വരണത് നോക്കി നിൽക്കട്ടാ തോമു. അപ്പോൾ ഞാനല്ല ഇന്ന് ഗേറ്റ് തുറന്നത് ഡാഡിയാണ്. കാരണം എനിക്ക് കൈ കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നൊരു ഇത് ഭയങ്കര വേദനയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഈ സമയമായപ്പോഴേക്കും കുറവുണ്ട്. കാരണം എൻ്റെ ഇതിൽ തന്നെ ഒരു മോള് എന്നോട് പറഞ്ഞു കുറച്ച് ചൂട് പിടിച്ചതിന് ശേഷം ഓയിൻമെൻറ്റ് പുരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ആശ്വാസമുണ്ട് കയ്യിന് കേട്ടോ. സുലു എന്ന് പറഞ്ഞ മോളാണ് അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തോമുതേ നോക്കി നിൽക്കണം ഞങ്ങൾ വരണത്. അത് കഴിഞ്ഞ് ഇറങ്ങി അവന് ഐസ്ക്രീം കിട്ടിയോട് കൂടിയിട്ട് മൂപ്പര് ഹാപ്പിയായി അതും കൊണ്ട് ഓടിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം കൊടുത്തുള്ള ഒരെണ്ണം മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഞാനിത് ബെസ്റ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മറ്റേ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇവിടെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. നാളികേരപ്പാൽ ഉപയോഗിക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 സ്പൂൺ നാളികേരപ്പാൽ അല്ലെങ്കിൽ വളരെ കുറച്ച് ഒക്കെ വേണ്ടി വരുന്ന തമ്പാൽ മാത്രം വേണ്ടി വരുന്ന കുറേ കറികളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യട്ടെ. അത് കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. 1 സ്പൂൺ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കട്ടിക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പൗഡർ ഇട്ട് കലക്കി ഉപയോഗിക്കും. അപ്പോൾ 30 ചെറിയ പാക്കറ്റായിട്ട് കിട്ടും. പക്ഷെ അത് ഭയങ്കര നഷ്ടമാണ്. ഇത് 1 കിലോന് 700 രൂപയാണെങ്കിലും 675 രൂപ അങ്ങനെയാണ്. എത്രയോ നാൾ ഉപയോഗിക്കാം നമുക്ക്. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും അതിന് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബ്രെഡ് ക്രംസാണ്. പിന്നെ നമ്മുടെ ക്രീം ബണ്ണ് തോമന് വലിയ ഇഷ്ടമാണ് ക്രീം ബണ്ണ്. അപ്പോൾ ക്രീം ബണ്ണ് പിന്നെ നമ്മുടെ സൺറൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറമേ നിന്നാണ് ഓർണമെൻറ്റ്സും ഇങ്ങനത്തെ ഈ എന്താ പറയുക ആൻറ്റിക് ഓർണമെൻറ്റ്സൊക്കെ പുറമേ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ വരുമ്പോഴേക്കും ഡിവൈൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും അതെ ഇപ്പോഴാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ്. അതും ഇപ്പം നമ്മുടെ വിഷുവിൻ്റെ ആയ കാരണം ഫുൾ ലക്ഷ്മി കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയുടെയാണ്. അപ്പോൾ കൊച്ചു കമ്മലായിട്ടുള്ളതുണ്ട്. പിന്നെ കമ്മലുകൾ ജിമിക്കുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, വലിയ ജിമിക്കുകൾ. അങ്ങനെ കുറേ ലക്ഷ്മി കളക്ഷൻസാണ് അധിക ഭാഗം. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒക്കെ അങ്ങനത്തെ വളകളും കമ്മലുകളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല രീതിയിലുള്ള സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവണമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ കുറേ വളകളും വന്നിട്ടുണ്ട്. വളകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള വളകളാണ്. ഒക്കെ ആൻറ്റിക്കിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിലത് മാത്രമാണ് റീപ്ലേറ്റ് ചെയ്യണതുള്ളൂ, ബാക്കിയൊക്കെ ആൻറ്റിക് ടൈപ്പാണ്. അതും നമുക്ക് റീപ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾഡൻ കളറാവുന്നു മാത്രം. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ റൂബിയും പേളും ജെയ്ഡും പച്ച ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഈ റൂബിയും പച്ചയും കൂടിയിട്ടുള്ള കളറാണ് ഒരുവിധം ഞാൻ സെലക്ട് ചെയ്യുക. കാരണം അങ്ങനെ ആകുമ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യാം.
ഇപ്പോൾ റൂബി മാത്രമായാലും അല്ലെങ്കിൽ ഗ്രീൻ മാത്രമായാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. ആ സമയം ഇങ്ങനെയാകുമ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് റൂബിയും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക, ഇപ്പം ഏറ്റവും കൂടുതൽ പോകുന്നത് അതാണ്. ഇത് പേളിൻ്റെ വളയാണ് കേട്ടോ. പേളിൻ്റെ ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല, കാരണം പേൾ റീപ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ അത് പോവും. എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് ക്വാളിറ്റി പേൾ തന്നെയാണ്. എന്നാലും അത് എനിക്ക് ഉറപ്പില്ല, 2 പ്രാവശ്യം 3 പ്രാവശ്യം റീപ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അതിൻ്റെ മുകളിലത്തെ അത് പോവും. അപ്പോൾ ഇത് വേറൊരു ലക്ഷ്മി, ഇത് ഒരു എന്താ പറയുക ടെമ്പിളിൻ്റെ വളയാണ്. ഒക്കെ ഇത് കാണാനായിട്ട് ഒന്നിനൊന്ന് മെച്ചാട്ടോ. ഒക്കെ നല്ല പട്ടുസാരികളോട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോയമ്പ് വീടാണ്. പട്ടുസാരികൾ എടുക്കുമ്പോൾ അധിക ഭാഗം ഇങ്ങനത്തെ ഓർണമെൻറ്റ്സാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഒരു കുഞ്ഞൊരു നെക്ലസും ഇങ്ങനത്തെ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയാണ്. ആ നെക്ലസിൻ്റെ കൊച്ചു കമ്മലുകളും ഉണ്ടാവും. ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് കമ്മലുകൾ മാറ്റിയിട്ട് വലിയ ജിമിക്കി ഇടും. അപ്പോൾ അതൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഈ വള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ശരിക്കും 1 ഇഞ്ച് വീതിയുണ്ട്, പക്ഷേ ഭയങ്കര ഭംഗിയാണ്. 2 കൈമ ഇത് ഓരോന്നിട്ട് ഇതിൻ്റെ കുഞ്ഞൊരു നെക്ലസും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ആ കൊച്ചു കമ്മലിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഒരു പട്ടുസാരി അത് ഏത് കളറിനും ചേരും ഇങ്ങനത്തെ റൂബിയും ഗ്രീനും ആകുമ്പോൾ. ഇത് നമ്മുടെ AD സ്റ്റോൺസാണ് കേട്ടോ, വൈറ്റ്. ഇപ്പോൾ ബ്രൈഡ് കല്യാണ പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന വളയാണത്. വെള്ള കൊച്ചു കൊച്ചു AD സ്റ്റോൺസാണ് കേട്ടോ ഫുള്ള്. നല്ല ഭംഗിയുള്ള വളയാണ്. ഫോട്ടോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോസൊക്കെ ഇത് ഇട്ടതിന് ശേഷം ഞാൻ എപ്പോഴും കിടക്കാൻ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന്, ആ ഗ്രൂപ്പിൽ കയറി കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഇന്നത്തുള്ള വിശേഷങ്ങൾ, കാരണം ഇന്ന് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നല്ലോ. എനിക്ക് രാവിലെ അവരോട് അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിവരം പറഞ്ഞെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൈ വേദന എടുത്തതും കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് മൊത്തം പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒരാളോടായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അവരോടായിട്ട് ഒരു ഇത് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിന് അവർ ഓരോ മറുപടിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞപ്പോഴാണ് ചൂടുവെള്ളം പിടിച്ചിട്ട് ഓയിൻമെൻറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലോണം കുറവുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ രസം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും കൂടിയിട്ട് കടങ്കഥ പറയൽ, ഓരോ കുസൃതി ചോദ്യം ചോദിക്കൽ, നല്ല രസമാണ് അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേക്കാം നാളെ തൊട്ടിനി വേറൊരു ഇതിൽ വേണം നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 100-300 കുട്ടികളുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഇപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.